ടൊവിനോ തോമസ്, ഐശ്വര്യ ലക്ഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആഷിക് കപൂർ ഒരുക്കിയ റൊമാന്റിക് ത്രില്ലർ ചിത്രമായിരുന്നു മായാനദി. മികച്ച പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിലും വിജയമായിരുന്നു. മാത്തൻ എന്ന കഥാപാത്രമായി ടൊവിനോ ചിത്രത്തിലെത്തിയപ്പോൾ അപർണ എന്ന കഥാപാത്രത്തെയാണ് ഐശ്വര്യ ലക്ഷ്മി ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം സംഭവിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് സംവിധായകനായ ആഷിക് കപൂർ. അപ്പുവും മാത്തനും ഒരുമിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ മായാദേനി തന്നെ വിട്ടതാണ്. ഞാൻ അപ്പുവിനെയും മാത്തനെയും പിന്നെ കൊണ്ടു നടന്നിട്ടില്ല. ആ സമയത്ത് അങ്ങനെയൊരു സിനിമ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ മാത്രമാണ് അത് ചെയ്തത്. സത്യത്തിൽ പ്രേക്ഷകർ അത്ര ക്രിയേറ്റീവ് അല്ല ഞങ്ങൾ. അവനെപ്പോലെ ആ കഥാപാത്രങ്ങൾ മനസ്സിൽ ചേർത്ത് നിർത്താലുമില്ല. സിനിമ ഒരിക്കൽ പുറത്തിറങ്ങിയാൽ ആ കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടേതാണ്. ഇതളുകൾ തുറന്നു നോക്കുന്നത് പോലെ ഓരോ സീനും അവർ എടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നും. മാത്തനോടും അപ്പുവിനും പ്രേക്ഷകർക്കുള്ള സ്നേഹവും അടുപ്പവും എനിക്ക് തിരക്കഥാകൃത്തുക്കൾക്കും അത്രയിട്ട് തോന്നിയിട്ടുമില്ല. ഇന്നും മായാനദിയിലെ സീനുകൾ റീലുകളായി വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നു. അപ്പുവിൻ്റെയും മാത്തൻ്റെയും ഡയലോഗുകൾ സ്റ്റാറ്റസ് ആകുന്നു. മായാനദിക്ക് മുമ്പും ശേഷവും ഞാൻ പല സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ കൂടുതൽ പേരുകളും മെൻഷൻ ചെയ്യുന്നത് ആ മായാനദിയിലൂടെ മാത്രമാണ്. പുതുതലമുറ ഇന്നും ഈ സിനിമയെക്കുറിച്ചും പാട്ടുകളെക്കുറിച്ചും സംസാരിക്കുന്നു. പൊതുവെ ജെൻസി പ്രണയത്തിൽ ആഴമില്ലാത്തത് എന്ന മുൻവിധിയോടെ കാണുന്നവരുണ്ട്. പക്ഷെ അത് ശരിയല്ല. മനുഷ്യരുടെ ഇമോഷനുകളിൽ നമ്മളെക്കാൾ അറ്റാച്ച്ഡ് ആണ് അവർ. ആഷിഖ് അബുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ. ശ്യാം പുഷ്കറും ദിലീഷ് നായരും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയ സിനിമ നിർമ്മിച്ചത്. സന്തോഷ് ടി ഗുരുവിലയായിരുന്നു.